LDF സർക്കാർ നമ്പർ 1 കേരളത്തിൽ കൊണ്ടുവന്ന വികസനങ്ങളെക്കുറിച്ച് നാം അറിയാതെ പോകരുത്. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി അധികാരത്തിൽ കയറി 10 വർഷം പൂർത്തിയാക്കുന്ന വേളയിൽ ഈ സർക്കാർ കേരളത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ എന്നവകാശപ്പെടുന്നത് പ്രധാനമായും റോഡ് നിർമ്മാണവും സ്കൂൾ കെട്ടിട നിർമ്മാണവുമാണ്. അങ്ങനെ സ്കൂളുകളും റോഡുകളും തകർന്നു വീഴുന്നത് ഒരു പ്രധാന വാർത്ത അല്ലാതായി മാറിയെങ്കിലും സർക്കാരിന് വേണ്ടി പണിയെടുക്കുന്ന മാധ്യമങ്ങൾക്ക് വാർത്താ ദാരിദ്ര്യം വരാതെ പലപ്പോഴും വിദ്യാഭ്യാസ മന്ത്രിയുടെ ഗണിതവും അക്ഷരക്ഷരം സംഭവിച്ച വായനയും വളരെയധികം സഹായിക്കുന്നുണ്ട്. വികസന പ്രവർത്തനങ്ങൾ റോഡ് നിർമ്മാണവും സ്കൂൾ കെട്ടിട നിർമ്മാണവും ഉണ്ടെങ്കിലും വികസനമെന്നാൽ കേവലം നിർമ്മാണ പ്രവർത്തനം എന്നല്ല അർത്ഥമെന്ന് ആരും ശ്രദ്ധിക്കാറില്ല. പിണറായി സർക്കാർ 10ാം വർഷത്തിലേക്ക് കടന്നിട്ടും അതിദരിദ്രരുടെ എണ്ണവും സംസ്ഥാനത്തിന്റെ കടബാധ്യതയും വർദ്ധിക്കുകയാണ് ഉണ്ടായത്. അതോടൊപ്പം പാർട്ടി നേതാക്കന്മാരുടെ കീശയും ഒരുപക്ഷെ വലുതായിട്ടുണ്ടാവാം. ആഘോഷങ്ങൾ വരുമ്പോൾ ഒരു കിറ്റിനും ക്ഷേമ പെൻഷനും വേണ്ടി കണ്ണിലെണ്ണയൊഴിച്ച് കാത്തിരിക്കുന്ന ജനലക്ഷങ്ങൾ LDF ഭരണത്തിന്റെ ഭരണനേട്ടമായി പ്രചരിപ്പിക്കുന്നു എന്നത് കൗതുകമുണർത്തുന്ന ഒരു സംഗതിയാണ്. ഈ ഹൈടെക് കാലഘട്ടത്തിലും 400 സ്ക്വയർ ഫീറ്റിന്റെ വീടിന് വേണ്ടി പഞ്ചായത്ത് ഓഫീസുകൾ കയറിയിറങ്ങുന്ന അതിദരിദ്രരുടെ എണ്ണം അനുദിനം വർദ്ധിക്കുന്നു എന്നതിനാൽ 10 വർഷം കൊണ്ട് 5 ലക്ഷം പേർക്ക് ലൈഫ് പദ്ധതിയുടെ വീട് നൽകി എന്നതൊരു വലിയ ഭരണനേട്ടമായി അവർ കൊണ്ടാടുകയാണ്. ചുരുക്കി പറഞ്ഞാൽ ദരിദ്രരും ദാരിദ്ര്യവുമാണ് പാർട്ടിയെ നിലനിർത്തി ഭരണം കൈയാളാൻ അനുയോജ്യമായ ഘടകമെന്നതാണ് LDFന്റെ പ്രവർത്തന ശൈലി. UDF സർക്കാർ തറക്കല്ലിട്ട പദ്ധതികൾ പല സമരങ്ങളിലൂടെ കാലാകാലങ്ങളിൽ തടഞ്ഞ് UDFനെ അട്ടിമറിച്ച് അധികാരത്തിൽ കയറിയ LDF അതേ പദ്ധതികൾ തന്നെ പൂർത്തിയാക്കുന്നത് വൈരുദ്ധാത്മീക ഭൗതികവാദത്തിന്റെ ഒരു പുതിയ രൂപമായി കണക്കാക്കാം. അധികാരത്തിൽ വന്നതിന് ശേഷം സംസ്ഥാനത്തിന്റെ കടബാധ്യത 1 രൂപ പോലും കുറയ്ക്കാതെ ഇരട്ടിയാക്കിയ LDFന്റെ വികസന മാതൃക ആരും കാണാതെ പോകരുത്. തുടർന്ന് ഇങ്ങോട്ട് ടാക്സ് വർദ്ധിപ്പിച്ചു, അവശ്യ സാധനങ്ങളുടെ വില ക്രമാതീതമായി വർദ്ധിപ്പിച്ചു, തൊഴിലില്ലായ്മ വർദ്ധിപ്പിച്ചു, പ്രവാസികളുടെ എണ്ണം വർദ്ധിച്ചു, സംസ്ഥാനത്ത് നിന്ന് ഓടിപ്പോകുന്ന വ്യവസായികളുടെ എണ്ണം വർദ്ധിച്ചു, ഉന്നത വിദ്യാഭ്യാസത്തിനായി അന്യ സംസ്ഥാനങ്ങളിലേക്കും വിദേശ രാജ്യങ്ങളിലേക്കുമുള്ള വിദ്യാർത്ഥികളുടെ ഒഴുക്ക് വർദ്ധിച്ചു, ഭക്ഷണത്തിന് വേണ്ടി അന്യ സംസ്ഥാനങ്ങളുടെ വിപണന മേഖലയാക്കി കേരളത്തെ ഒരു ഉപഭോക്തൃ സംസ്ഥാനമാക്കി മാറ്റി. ആദിവാസി കോളനികളിൽ വസിക്കുന്ന പൗരന്മാരുടെ കൃഷിക്കും ജീവനുമുള്ള സുരക്ഷ നിഷ്പ്രഭമായി. വനത്തിനെ മരങ്ങൾ വെട്ടി നശിപ്പിച്ചു. കാട്ടുമൃഗങ്ങളുടെ സഞ്ചാര മേഖലയും ഭക്ഷണ മേഖലയും കൃഷിയിടങ്ങളിലേക്ക് വ്യാപിപ്പിച്ചു. മനുഷ്യരെക്കാളധികം മൃഗങ്ങളുടെ കാര്യത്തിൽ പ്രത്യേക പരിഗണന നൽകുന്ന ഇരട്ടച്ചങ്കൻ ഒരു സിംഹം തന്നെയാണെന്ന് പറയേണ്ടി വരും. എന്നാൽ അർത്ഥസമ്പുഷ്ടമായ വാക്ശരങ്ങൾ കൊണ്ട് സ്വന്തം അനുഭവങ്ങൾ ചാലിച്ചെഴുതിയ വേടന്റെ പാട്ടുകൾ കേൾക്കാൻ പതിനായിരങ്ങൾ തടിച്ചുകൂടുന്നത് ഇവിടുത്തെ ഭരണ സംവിധാനത്തിന്റെ മൂല്യച്യുതിയെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് അടുത്ത പ്രാവശ്യം ഇത്തരം വികസനമാണോ മലയാളികൾക്ക് വേണ്ടത് എന്ന് ഒന്നുകൂടി ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു.